ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീം ഏറെക്കാലമായി ലക്ഷ്യം വെക്കുന്ന പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. ഇപ്പോൾ കാര്യങ്ങൾ ബ്രസീലിന് അനുകൂലമാണ്. എന്തെന്നാൽ റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിയെ ഒഴിവാക്കാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാർക്ക ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും റയൽ പുറത്തായതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ സാന്റിയാഗോ ബെർണാബുവിൽ ബ്രസീലിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. CBFന്റെ എക്സിക്യൂട്ടീവുമാരിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. കാർലോ ആഞ്ചലോട്ടിയെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയിരുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല ബ്രസീൽ ഇപ്പോൾ കാര്യങ്ങൾ അതിവേഗത്തിലാക്കിയിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പരമാവധി വേഗത്തിലാക്കാൻ ബ്രസീലിന് അതല്ലെങ്കിൽ CBFന് കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ മാസത്തിന് മുന്നേ തന്നെ കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ബ്രസീൽ ശ്രമിക്കുന്നത് എന്ന കാര്യം കൂടി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ജൂണിന് മുന്നേ തന്നെ കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ റയൽ പുറത്താക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ജൂൺ മാസത്തിലാണ് നടക്കുന്നത്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയലിനെ പരിശീലിപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.